ആദർശിനെ അനന്തപുരി തറവാട്ടിൽ നിന്നും മൂർത്തി ഇറക്കിവിട്ടതിനു ശേഷം നയനയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഗർഭിണിയായ നയന് നേരെ ചൊവ്വന് ആഹാരം കഴിക്കുവാനോ ഉറങ്ങുവാനോ കഴിയാതെ വെപ്രാളത്തോടുകൂടി ആ അനന്തപുരി തറവാട്ടിൽ ജീവിക്കേണ്ടി വരുന്നു. ഒടുവിൽ നയനയ്ക്ക് മനസ്സിലായി ആദർശേട്ടനില്ലാതെ തനിക്ക് ജീവിക്കുവാൻ കഴിയില്ല. ആദർശേട്ടൻ എവിടെയാണോ അവിടെയേ എനിക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ നയന ആദർശേട്ടനോടൊപ്പം പോകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തന്റെ അമ്മയായ ദേവയാനിയോട് പറയുന്നു, അമ്മേ, എനിക്ക് ആദർശേട്ടന്റെ അടുക്കൽ പോകണം, എനിക്ക് ആദർശേട്ടനില്ലാതെ പറ്റില്ല. ഇത് കേട്ട ദേവയാനി പറയുന്നു, മോളെ പോകരുത്, നീയാണ് ഞങ്ങളുടെ ജീവൻ, നീ പോയാൽ ഈ വീടൊരു മരണ വീടാകും എന്ന് പറയുന്നു. എന്നാൽ നയനയുടെ തീരുമാനങ്ങൾ അടിയുറച്ചതായിരുന്നു. ഇല്ലമ്മേ, എനിക്ക് പോകണം, ആദർശേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല, ആദർശേട്ടനും തിരിച്ച് ഞാനില്ലാതെ പറ്റില്ല എന്നെനിക്കറിയാം, ഞാൻ പോവുകയാണ്, ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. നേരെ ദേവയാനി തന്റെ മുത്തശ്ശന്റെ അടുക്കൽ ചെന്നു. മുത്തശ്ശനോട് പറയുന്നു, അവൾ എന്റെ മോൾ പോവുകയാണ്, ആദർശനോടൊപ്പം പോവുകയാണ് എന്ന് പറയുന്നു. മുത്തശ്ശൻ അല്പം കർക്കശത്തോടു കൂടി മൗനസമ്മതം കൊടുക്കുമ്പോൾ അല്പം ഗൗരവഭാവത്തിൽ തന്നെ അനന്തമൂർത്തി മുൻപോട്ട് പോകുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് വരും ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അനന്തമൂർത്തിയുടെ മനസ്സിൽ എന്താണ്? ആദർശനെ പടിയടച്ച് പിണ്ണം വെക്കുകയാണോ, അതോ ദുഷ്ടശക്തികളെ എതിർക്കുവാൻ ആദർശനെ പരിശീലിപ്പിക്കുന്നതാണോ എന്നൊക്കെ കാണുവാൻ വരും ദിവസത്തെ എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കാണണം. അതിനോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.